saga of celebrations. മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്. മഹാബലി തന്റെ പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമായിട്ടാണ് ഓണം നമ്മൾ ആഘോഷിക്കാറുള്ളത് അല്ലെ. എന്നാൽ ഓണം ആത്യന്തികമായിട്ട് ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ ഒരു വ്യാപാര ഉത്സവമാണെന്നാണ് പൊതുവെ മലയാളികൾക്കിടയിലുള്ള ഒരു സങ്കല്പം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസമാണ് പ്രധാനമായിട്ടും നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കാറുള്ളത്. അതേസമയം ഉത്രാടത്തെ 1-ാം ഓണമായും തിരുവോണത്തെ 2-ാം ഓണമായും അവിട്ടത്തെയും ചതയത്തെയും 3ഉം 4ഉം ഓണമായൊക്കെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഓണത്തെ സംബന്ധിച്ച നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലി തമ്പുരാന്റെ ഐതിഹ്യം തന്നെയാണ്. ഓണത്തെ വിളവെടുപ്പിന്റെ ഉത്സവമായും മലയാളിയുടെ വ്യാപാര ഉത്സവമായും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്, കണക്കാക്കാറുണ്ട്. ഓണം എന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രാവണം എന്നായിരുന്നു ആദ്യ പേരെന്നും പിന്നീട് അത് പരിണമിച്ച് ആവണമായെന്നും പിന്നീട് ഓണമായെന്നുമാണ് പറയപ്പെടുന്നത്. പാടടി കിളിയേ പൊൻകൂട നിറയെ പൂവാൽ പോരടി കിളിയേ ചിങ്ങം പിറന്നത് കണ്ടോടി കിളിയേ നാടാകെ ആഘോഷം വന്നടി കിളിയേ മലയാളക്കരയാകെ മാവേലി പാട്ടായി മനമാകെ നിറയുന്നത് കണ്ടോടി കിളിയേ വരവായി വരവായി മന്നൻ വരവായി തിരുവോണ നാളിൽ മന്നൻ മാവലി വരവായി. മാവേലിയോ? ആരാത്? മഹാബലി അറിയില്ലേ? നമ്മുടെ നാട് ഭരിച്ചിരുന്ന പൊന്നു തമ്പുരാൻ. നാട്ടിലെ അമരാവതി തീരത്ത് കരവൂർവാണ കൊങ്കളം കോവരൻ കാശ്യപ വംശനാം വിരോചന പുത്രൻ ഇന്ദ്രസേന നാമധാരി ബലിചക്രവർത്തി. പ്രജാതത്പര ധർമ്മിഷ്ഠ ഗുരു ഭക്തദാനശീല സദ്ഗുണ സമ്പന്ന അസുര രാജരാജൻ ബലിവാഴും നാട്ടിൽ ആദിവ്യാധിയില്ല, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, കള്ളത്തരങ്ങൾ ആപത്തും തെല്ലില്ല, മാനവരെല്ലാരും ഒന്നായി വസിച്ചിടും. വീണ്ടുവോളം മഴയുണ്ട്, പൊന്നുപോലെ വെയിലുണ്ട്, ലാവ് പെയ്യുന്ന രാവുണ്ട്, പാട്ടുണ്ട്, ധാന്യധനങ്ങൾ തൻ സമ്പത്തുമേറെയുണ്ട്, ഋതുഭംഗിയേറുന്ന കാലങ്ങൾ കൂടെയുണ്ട്, മാബലി വാഴുന്ന സമ്പന്ന നാട്, ശാന്തി സമാധാന സന്തോഷ നാട്. കീർത്തി പരന്നിതാ ലോകമാകെ ബലിവാഴും നാടിൻ സുവർണകാലം, ആശങ്കയാലേ വലഞ്ഞു ദേവർകുലം, ആശ്രയം തേടി ദേവമാതാവിങ്കൽ. വൈകുണ്ഠനാഥനെ തപസിനാൽ പ്രീതനാക്കി അതിഥിമാതാ സങ്കടം ഉറചെയ്തിടുന്നിതാ, കരുണയുണ്ടാകണം ബലി തന്നഹന്ത നീങ്ങാൻ, വൈകുണ്ഠനാഥ തുണയ്ക്കേണം ദേവലോകത്തെ. സസ്വഗാത്ര രൂപന ബാലബ്രാഹ്മണനായിത വൈകുണ്ഠനാഥൻ നവരൂപമേകി അവതാരമായി വന്നിത, ഉപനയന മന്ത്രമായി ആദിത്യൻ ഗായത്രി ചൊല്ലവേ
കശ്യപന്മാർ പൂണൂൽ മേഖല നൽകിന കൗപീന വസ്ത്രാദികളോ ആദിതി മാതാവേകിന ഛത്രം ലോകാഭിമാനി ദേവിതൻ ദാനമായി നൽകിന ബ്രഹ്മദേവൻ കമണ്ഡലവും ഗർഭകൾ സപ്തഋഷികളും ജപമാലയേകി സരസ്വതി ഭിക്ഷാപാത്രം കുബേരനും ഭിക്ഷാന്നമോ ഉമാദേവിയും പൂർണ്ണവതര രൂപമായി തേജസ്സിൽ വിളങ്ങി വാമനൻ ബലിപരീക്ഷണ യാത്രയ്ക്കായി വിശ്വജിത് യാഗഭൂവിൽ ആഗതനായൊരു ബാലബ്രാഹ്മണനാകും വാമനമൂർത്തി യാഗത്തിൻ മൂന്നാം നാൾ ദാനകർമ്മം നൽകിടും ബലിരാജനോടു ചൊല്ലി അന്നേരം ഭിക്ഷയായി നൽകേണം മൂന്നടി മണ്ണ് പൂക്കളോ ഹേമമോ രാജസൗധങ്ങളോ വാരണമോ അശ്വമോ രഥമോ കന്യകയോ ഉള്ളം നിറഞ്ഞു ഞാൻ ദാനമായി നൽകിടാം കേവലം മൂന്നടി മണ്ണെന്തിനായി ബാലക ആഗ്രഹമുള്ളതു മാത്രമേ വേണ്ടൂ മൂന്നടി മണ്ണു മാത്രം നൽകിയാലും മന്നവ മന്നവ തന്ത്രമറിഞ്ഞു കുലഗുരു ശുക്രാചാര്യൻ വിലക്കുന്നു ബലിയെ ദാനകർമ്മങ്ങളിൽ നിന്നും ധിക്കരിച്ചെന്നാൽ നഷ്ടമാകും രാജ്യവും സ്ഥാനവും ഓർക്ക വേണം. നീതിമാനാകും ബലിയാണ് ഞാൻ, മറ്റെന്തിനേക്കാളും വാക്കിനാണ് മൂല്യം. വിശ്വരൂപം പൂണ്ടവാമനബാലൻ ആകാശം മുട്ടെ വളർന്നു വന്നിടിനാൻ ഒന്നാം പാദം അളന്നു ആകാശവും രണ്ടാം പാദം ഭൂലോകം പൂർണ്ണമായി മൂന്നാം പാദം എവിടെ അളക്കേണം ചൊല്ലുക മന്നവ വേഗം മടിക്കാതെ. തക്ഷണം ശിരസ്സു നമിച്ചു ബലിത്തമ്പുരാൻ മൂന്നാം പാദം അളന്നെടുത്തിടുക മൂന്നാം പാദം. ശിരസിൽ തൃപ്പാദം സ്പർശിച്ചു നിൽക്കവേ ബലിതൻ ധർമ്മബോധം വിഷ്ണു പ്രസാദമായി അമരത്വമോക്ഷമേകി സുതലലോകത്തിലായി ഹരിതൻ കാവലായി സന്തുഷ്ടവരമേകി മന്വന്തരത്തിലായി ഇന്ദ്രനായി പിറന്നിടും ബലിയല്ല മഹാബലി എന്നു യുഗം വാഴ്ത്തിടും സ്വജ്ജന ദർശനത്തിൻ ആണ്ടിലൊരു ദിനം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മലയാള മണ്ണിൽ വന്നിടും ആ ബലിയാ.
പന്തം വന്നിറങ്ങി അത്ത സമയങ്ങൾ ഒരുങ്ങിടുന്നേ വള്ളങ്കാട് പാട